ദൈവപിതാ സ്നേഹതാരാ ആരാധിക്കും നീതാ വാരിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. ദൈവപിതാ സ്നേഹദാതാ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്ര യേശുനാഥാ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്ര യേശുനാഥാ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. പാവനാത്മാ സ്നേഹരൂപാ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. പാവനാത്മാ സ്നേഹരൂപാ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ദിവ്യകാരുണ്യനാഥനായ സർവശക്തനായ കർത്താവ്, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും വിധാതാവായ ദൈവം, മാനവരാശിയോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാനയായി മാറുന്ന കർത്താവ്, സ്നേഹം തന്നെയായ ദൈവത്തെ ശരീരവും മനസ്സും ആത്മാവും കൊണ്ട് ഏകാഗ്രമായി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധമായ അവിടുത്തെ സാന്നിധ്യം കടന്നു വരുന്നത് നമ്മെ അനുഗ്രഹിക്കാനാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം കാദേശ് മരുഭൂമിയെ നടുക്കുന്നു എന്ന് സങ്കീർത്തനം പറയുന്നു. കർത്താവിൻ്റെ സ്വരം വൻമരങ്ങളെ വിറകൊള്ളിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങൾ ചെയ്യുന്ന സാന്നിധ്യമാണ്. മനുഷ്യൻ വന്നു പോകുന്നത് പോലെയല്ല ദൈവം വന്നു പോകുന്നത്. കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നത്
തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, തൻ്റെ മക്കളോട് സംസാരിക്കാൻ വേണ്ടിയാണ്, തൻ്റെ മക്കളുടെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയാണ്. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ, സിയോനിലെ എൻ്റെ മക്കളെ ഇനി കണ്ണുനീരോ വിലാപത്തിൻ്റെ സ്വരമോ മുറവിളിയോ കേൾക്കുകയില്ല. കരയുന്ന മക്കളുടെ കണ്ണിലെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ രാജാധിരാജനായ ദൈവത്തെ പൂർണ്ണമായ മനസ്സോടും ശരീരത്തോടും ആത്മാവോടും കൂടി നമ്മൾ ആരാധിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23-25, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. വേദപുസ്തകത്തിലെ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ആഹാരവും പാനീയവും ആശീർവദിക്കുന്ന ദൈവം, രോഗങ്ങളെ നീക്കിക്കളയുന്ന ദൈവം, വന്ധ്യതയും ഗർഭഛിദ്രവും നീക്കിക്കളഞ്ഞ് തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, ദീർഘായുസ് തരുന്ന ദൈവം. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമുക്കെല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം, എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ആരാധന. എല്ലാ മക്കളും ആരാധിക്കട്ടെ, അതിരം തുറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. എല്ലാം മറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, എല്ലാം മറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സർവാധിപനായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്ത ആരാധിക്കുന്നു. ലോകം മുഴുവനോട് ചേർന്നങ്ങെ ആരാധിക്കുന്നു, പ്രപഞ്ചം മുഴുവനോട് ചേർന്നങ്ങെ ആരാധിക്കുന്നു. സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. സുവേ 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 സുവേ. ശക്തമായിട്ട് കരങ്ങളടിച്ച് ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് കരങ്ങളടിച്ച് എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുന്നു. സർവാധിപ ദൈവമേ ആരാധിക്കുന്നു, സർവശക്ത നിന്നെ ആരാധിക്കുന്നു, എല്ലാം മറന്ന് ആരാധിക്കുന്നു.
യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായുനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനേ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ എല്ലാവരും വണങ്ങിടാം ഉച്ചത്തിൽ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം എല്ലാവരും ചേർന്ന് ആരാധിക്കാം അധികാരമുള്ളവനെ സ്വരം ഉയർത്തി ആരാധിക്കാം വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സർവശക്തനായ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്ന
അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായി നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സർവശക്തനാണ്. തിരുവെഴുത്തുകളിൽ ദൈവം വെളിപ്പെടുത്തിയതൊന്നും കള്ളമല്ല. കർത്താവ് അരുളി ചെയ്തതെല്ലാം സത്യമാണ്. ലൂക്ക 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി യേശുവിലുണ്ടായിരുന്നു. ലൂക്ക 6:19 അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ആ ദൈവത്തിന് ജരാനരകൾ ബാധിച്ചിട്ടില്ല. ആ ദൈവത്തിന് വയസ്സായിട്ടില്ല. ആ ദൈവം മരിച്ചു പോയിട്ടില്ല. എന്നെന്നും ജീവിക്കുന്നവനായ സർവശക്തൻ കർത്താവേ, ഒത്തിരി 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 കണ്ണുനീരോടെ നിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് നീ അരുളി ചെയ്തു. എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരാളെപ്പോലും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവേ ഈ തിരുവെഴുത്തുകളിലൂടെ അരുളി ചെയ്തു. ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. കണ്ണുനീരും രോഗങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളുമായി കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ലോകത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചവരാണ്. മനുഷ്യർക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ്. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ജീവിതം നേരെയാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചവരാണ്. കർത്താവേ, ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ വേദനിച്ചും സങ്കടപ്പെട്ടും ഞങ്ങൾ തിരിച്ചറിഞ്ഞു, കർത്താവിനല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ദൈവമേ, നീ കൈ പിൻവലിച്ചാൽ ഞങ്ങളുടെ ജീവിതം തകർന്നു പോകും. ലോകത്താരോടും പറയാനാവാത്തതുപോലെ ഒരുപാട് സങ്കടഭാരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് കർത്താവേ. ലോകത്താരോടും പറയാനാവില്ല. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ആർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനോ ഞങ്ങളെ സമാധാനിപ്പിക്കാനോ ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഉത്തരം തരാനോ കഴിയില്ല. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട മണിക്കൂറാണിത്. സിയോൻ പുത്രി, നീ വിശ്രമിക്കരുത്. നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയണം. നാൽക്കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന നിന്റെ മക്കളുടെ പ്രാണന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുകൾ സമർപ്പിച്ച് കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണം. അപ്പാ, സങ്കടങ്ങളോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ലോകമെമ്പാടും ഇരുന്ന് അങ്ങേ ആരാധിക്കുന്ന മക്കളെ ആരാധനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. രോഗികളായ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഹൃദയഭാരങ്ങളോടെ ഈ രാത്രി ചെലവിടാനാവാതെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന മക്കളെ അപ്പാ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കളെ, വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുമക്കളെ, തെറ്റായ ബന്ധങ്ങളിലും തെറ്റായ സാഹചര്യങ്ങളിലും പാപത്തിൻ്റെ ചങ്ങലപ്പൂട്ടുകളിലും സാത്താൻ കെട്ടിയിട്ട യുവാക്കന്മാരെ, മദ്യപാനത്തിന് അടിമപ്പെട്ടവരെ, ലഹരി വസ്തുക്കളുടെ നീരാളിപ്പിടുത്തത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ, ഒറ്റ ദിവസം പോലും സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റാത്ത ദാമ്പത്യങ്ങളെ, സംശയരോഗം തകർത്ത് കളയുന്ന കുടുംബങ്ങളെ, ദാമ്പത്യ അവിശ്വസ്തത കൊണ്ട് വലഞ്ഞു പോകുന്ന വീടുകളെ, സങ്കടങ്ങൾ മാത്രം സ്വന്തമായിട്ടുള്ള ജീവിതങ്ങളെ, കർത്താവേ, അനേക നാളുകളായി എത്ര അധ്വാനിച്ചാലും പരാജയം മാത്രം മിച്ചമായുള്ളവരെ, കർത്താവേ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ മനസ്സ് തകർന്നവരെ, ജോലിയില്ലാത്ത മക്കളെ, വിവാഹം നടക്കാത്ത മക്കളെ, സന്താന ഭാഗ്യമില്ലാത്ത മക്കളെ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടും തകർക്കപ്പെട്ടും കഴിയുന്നവരെ, ദൈവമേ, ഭവനമില്ലാത്തവരെ, ഒരുപാട് ദുഃഖങ്ങളിൽ കഴിയുന്ന രോഗികളെ, കുടുംബങ്ങളിൽ തളർന്നു കിടക്കുന്നവരെ, ദൈവമേ, രോഗക്കിടക്കയിൽ തളർന്നു കിടന്നുകൊണ്ട് ഈ രാത്രി ആരാധനയിൽ സംബന്ധിക്കുന്നവരെ, കർത്താവേ, ദേശത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങളെ, ദൈവമേ, ദൈവത്തെ ആരാധിക്കാനാവാതെ നാവ് കെട്ടിയിടപ്പെട്ടവരെ, കർത്താവേ, ദൈവവചനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ, ദേവാലയങ്ങളിൽ നിന്ന് ദൈവിക ശുശ്രൂഷകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ, ദൈവമേ, ദൈവത്തിൻ്റെ സഭയെയും കർത്താവിൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ദൈവമേ വിമർശനങ്ങളോടെ കാണുന്നവരെ, കർത്താവിൻ്റെ ശുശ്രൂഷകളെ നിസ്സാരമാക്കുന്നവരെ, ദൈവമേ, ദൈവ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ ഉയർത്താനുള്ള സമയമാണിത്.
നീ ഹൃദയം പൊട്ടി കർത്താവിനെ വിളിച്ചാൽ 145 സങ്കീർത്തനം 18 തിരുവചനം, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും. നിലവിളിക്കുന്നവർക്ക് സമീപസ്ഥനാവുന്ന ദൈവം ഇപ്പോൾ നിന്റെ സമീപത്തേക്ക് വരും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എത്രത്തോളം നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നോ അത്രത്തോളം ദാഹത്തോടെ ആഗ്രഹത്തോടെ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ കരം നീട്ടണമേ. കർത്താവ് കരം നീട്ടി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദേശത്തിന്റെ മേൽ നിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേശത്തെ ബന്ധിച്ചിടുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ സങ്കീർത്തനം 68 കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തകർക്കപ്പെട്ട് ചെങ്ങലപ്പൂട്ടുകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ കർത്താവിന്റെ കരം വെളിപ്പെട്ട് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് യേശുനാമം വിളിച്ചാരാധിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ, കുടുംബങ്ങളെ വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ചങ്കുപൊട്ടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഹൃദയം നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെല്ലാവരും. അപ്പാ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എല്ലാ മക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, പൗലോസും ശീലാസും അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയിലെ തടവറയിൽ കിടന്നുകൊണ്ട് ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ആരാധിക്കുമ്പോൾ ചെങ്ങലക്കെട്ടുകൾ അഴിയും, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അങ്ങനെയൊക്കെ തകർക്കാനാവാത്ത, തകർത്തെറിയാനാവില്ലെന്ന് നീ ചിന്തിക്കുന്ന ബന്ധനത്തിൻ്റെ കോട്ടകൾ, കാരാഗ്രഹങ്ങൾ, തടവറകൾ ദൈവാരാധനയിൽ തുറക്കപ്പെടും. അപ്രതിരോധ്യമായി ഉയർന്നു നിൽക്കുന്ന ജെറീക്കോയുടെ കോട്ടമതിലുകൾ ആരാധനയിൽ തകർന്നു വീഴും. മാലാഖമാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി ആരാധിക്കുകയാണ്. പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. കണ്ണുകളടച്ച എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ശ്രദ്ധിക്കരുത്. കർത്താവിനെ, പരിശുദ്ധനായ ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കുക. അസംഖ്യ കോടി മാലാഖമാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. റോബേന്മാരും സുറപ്പന്മാരും നമ്മോടൊപ്പമുണ്ട്. 9 വ്യൂഹം മാലാഖമാരുടെ നിരകൾ നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്ന ദൈവദൂത ഗണങ്ങൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. നാം ദൈവത്തെ ആരാധിക്കുകയാണ്. ഹൃദയം ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവിൻ നിമിഷങ്ങളിലായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടും. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം. ഏകാഗ്രമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവമേ, നിന്റെ പരിശുദ്ധിയെ ആരാധിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ ആരാധിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ ആരാധിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ ആരാധിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാ
പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരേ ഞങ്ങളോട് കരുണ തോന്നേണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ തോന്നേണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ തോന്നേണമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ മക്കളും കർത്താവിനെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 എല്ലാവരും സ്തുതിക്കുക.
സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യരുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. 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 ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. എല്ലാവർക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലോകം മുഴുവനും വേണ്ടി നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവപിതാവിനെ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് ഒഴുക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കർത്താവിന് കൊടുക്കുക. നമുക്ക് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നിസ്സഹായതയുടെ ശരീരഭാഷയാണിത്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവേ എന്നൊരു വ്യക്തി നിസ്സഹായതയോടെ പറയുന്നതിൻ്റെ ശരീരഭാഷയാണിത്. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി കണ്ണുനീരോടെ ഹൃദയം തകർന്ന് നമുക്ക് കർത്താവിനെ വിളിക്കാം. ലോകമെമ്പാടുമുള്ള ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ മേലും, ഈ ജാഗരണ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥരായ മക്കളുടെ മേലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ ശക്തി 4 ദിക്കുകളിലേക്കും, ഈ ശാലോമിൻ്റെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്കും കർത്താവിൻ്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല.
കേൾക്കാനാവാത്തതുപോലെ നിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. രക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ കർത്താവെ. അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോവട്ടെ. ആധിപത്യത്തിന്റെ ബന്ധനക്കെട്ടുകൾ തകരട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കർത്താവെ സാത്താൻ തീർത്ത ചങ്ങലക്കെട്ടുകൾ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കണ്ണുനീരിലും നിസ്സഹായതയിലും ഹൃദയം തകർന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. തളർന്നവ ബലം പ്രാപിക്കട്ടെ. ദുർബലകരങ്ങൾ ശക്തിപ്പെടട്ടെ. തളർന്ന കാൽമുട്ടുകൾ ബലം പ്രാപിക്കട്ടെ. ഭയപ്പെട്ട ഹൃദയങ്ങളിൽ കർത്താവിന്റെ ധൈര്യം നിറയട്ടെ. ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോവട്ടെ. അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോവട്ടെ. മദ്യപാനത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. കുടുംബത്തിന്റെ സ്വസ്ഥത കളയുന്ന തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പ്രതികൂലങ്ങളുടെ സകല ചങ്ങലകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്തത്തിന്റെ കോട്ടകൾ തകരട്ടെ. ദൈവജനത്തിനും കുടുംബങ്ങൾക്കും എതിരെ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളും സങ്കീർത്തനം 76:6 ബന്ധിക്കപ്പെടട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധനെ, നീ ഉണർന്നെഴുന്നേൽക്കണമേ, നീ ഉണർന്നെഴുന്നേൽക്കണമേ. ഹൃദയം തുറന്ന് എല്ലാ മക്കളും വിളിക്കുന്ന ഈശോയെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന. സുവേ സുവേ സുവേ. ആരാധന, ആരാധന, ആരാധന. സുവേ സുവേ സുവേ. ആരാധന, 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 ആരാധന. യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. തുറന്ന് എല്ലാവരും വിളിച്ച് യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. ചങ്കപൊട്ടി എല്ലാ മക്കളും വിളിച്ച് യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. എല്ലാവർക്കും മുട്ടുമേ നിൽക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുമായി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ, ഭാരങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഹൃദയം ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, നിയോഗങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉറവകൾ പൊട്ടിയൊഴുകും. വിശ്വാസത്തോടെ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. പരിശുദ്ധ ശരീരത്തിൽ നിന്ന് ദൈവശക്തി വ്യാപിച്ച് നമ്മുടെ മേൽ കർത്താവിൻ്റെ ശക്തി നിറഞ്ഞ് ദൈവകൃപ വെളിപ്പെടുന്ന അത്ഭുതകരമായ നിമിഷമാണിത്. ലോകമെമ്പാടുമുള്ള തൻ്റെ മക്കളെ കർത്താവ് ഈ മണിക്കൂറിൽ അനുഗ്രഹിക്കുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ കരം ശക്തമായി കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന സമയമാണിത്. നമ്മൾ ഉദാസീനമായി നിൽക്കരുത്. ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചൊരു കുഞ്ഞിനെ പോലെ കർത്താവിനെ വിളിക്കുന്നു. എല്ലാം മറന്ന് വിളിക്കുന്നു. എല്ലാം മറന്ന് കർത്താവിനെ വിളിച്ച് യേശുവേ 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 യേശുവേന്ന് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാ മക്കളും വിളിക്കുന്നു ഈശോയേ 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 ഈശോയേ. എല്ലാം മറന്ന് വിളിച്ച മക്കളെ എല്ലാവരും വിളിച്ച് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിക്കുന്നു.
അതിനെ തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും കർത്താവിതാ അവിടുത്തെ കരം നീട്ടി അനുഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്ത